സൂര്യയും ജ്യോതികയും മുംബൈയിലേക്ക് താമസം മാറിയിട്ട് നാളുകൾ ഏറെയായി. എന്നാൽ ഇപ്പോഴും ഇത് സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ തുടരുകയാണ്. ജ്യോതിക സിനിമാ രംഗത്ത് തുടർന്നാൽ ശിവകുമാറിന് അതൃപ്തിയുണ്ടെന്നും ഇത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ കാരണമാണ് താമസം മാറണമെന്ന് അഭ്യൂഹങ്ങൾ വന്നു. മുംബൈയിലേക്ക് മാറിയതോടെ ജ്യോതിക കൂടുതൽ സിനിമകൾ ചെയ്തത് നടിയുടെ ലുക്കിലും മാറ്റം വന്നു. വളരെ സ്റ്റൈലിഷ് ഇട്ടാണ് ജ്യോതിക ഇപ്പോൾ കാണാറ്. മുംബൈയിലേക്ക് മാറിയെങ്കിലും ഇടയ്ക്ക് ചെന്നൈയിലേക്കും സൂര്യൻ ജ്യോതികയും വരാറുണ്ട്. ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് ഫിലിം ജേർണലിസ്റ്റായ അനന്തൻ. ചെന്നൈയിൽ വന്നാലും ജ്യോതികയും ശിവകുമാറും കുടുംബവുമുള്ള ടി നഗറിൽ വീട്ടിലേക്ക് പോകുന്നില്ലെന്ന് അനന്തൻ പറയുന്നു. ഒരു തമിഴ് മീഡിയയ്ക്ക് സംസാരിക്കുകയായിരുന്നു അനന്തൻ. ന്യൂനത രീതിയിൽ പണി കഴിപ്പിച്ച വീടാണ് ടി നഗറിലുള്ളത്. സൂര്യയുടെ അച്ഛനും അമ്മയും കാർത്തിയും കുടുംബവും ജ്യോതികയെല്ലാമാണ് അവിടെ ഉണ്ടായിരുന്നത്. ജ്യോതികയുടെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് അവർ മുംബൈയിലേക്ക് പോയി. അവസാന കാലത്ത് അമ്മയ്ക്കൊപ്പം ഉണ്ടാകണമെന്ന് പറഞ്ഞ് മക്കളെയും കൊണ്ടുപോയി. ചെന്നൈ മുംബൈ ഫ്ലൈറ്റ് യാത്രയ്ക്ക് വലിയ സമയമെടുക്കില്ല. എന്നാൽ ഇപ്പോൾ ചെന്നൈയിലേക്ക് വന്ന ജ്യോതിക ടി നഗറിലേക്ക് പോകാറുമില്ല. ശിവകുമാർ സാറിന് പ്രായമായി. കുടുംബം എന്നാൽ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ഡ്രസ്സ് ചെയ്യണം എന്നെല്ലാം നിർബന്ധമുണ്ട്. എല്ലാം നോക്കും. അദ്ദേഹം എന്തെങ്കിലും ഉപദേശിച്ചാൽ ജ്യോതിക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. എല്ലാ കുടുംബത്തിലും അങ്ങനാണ്. ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് മരുമകൾ കേൾക്കണമെന്നില്ല. അതുതന്നെയാണ് ഇവിടെയും നടന്നത്. ചെന്നൈയിൽ സൂര്യയും ജ്യോതികയും വലിയൊരു ബംഗ്ലാവ് പണിതു. അവിടെയാണ് ഈയടുത്ത് ഒരു ഫംഗ്ഷൻ നടന്നത്. ശിവകുമാറും പോയിരുന്നു. ജ്യോതിക വിവാഹം കഴിച്ച് അഭിനയിക്കരുതെന്ന നിർബന്ധം ശിവകുമാറിനുണ്ടായിരുന്നു. വിവാഹശേഷം ഒരിക്കൽ തൻ്റെ ഏക മകൾ തന്നെയാണ് ജ്യോതികയെന്ന് ശിവകുമാർ പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് അഭിമാനമുണ്ടാക്കുന്ന രീതിയിലാണ് ജ്യോതിക അവിടെ നിന്നത്. പറഞ്ഞതെല്ലാം കേട്ടു. എന്നാൽ വളരെ നല്ല അഭിനേത്രി കൂടിയായ ജ്യോതികയ്ക്ക് വീണ്ടും സിനിമയിൽ അഭിനയിക്കുമെന്ന ആഗ്രഹവും തീർച്ചയായും വരും. തിരിച്ചുവരവിൽ നല്ല സിനിമകൾ ലഭിക്കാൻ തുടങ്ങിയതോടെ ജ്യോതിയുടെ മനസ്സ് മാറി തുടങ്ങി.